എന്റെ എമോഷൻ എന്തായി പോയി? വല്ല നടക്കോ? അടിച്ചോണ്ടിരിക്കണ്ടെന്ന് ബെല്ല് ക്ലിയർ ആയിട്ട് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആളെടുത്ത ഭയയുടെ ഭാഗ്യം. അവന്റെ നമ്പർ എത്രയാന്ന് പറഞ്ഞത്? ക്യാരറ്റ് 12-15. ക്യാരറ്റ് 12-15. ക്യാരറ്റ് 12 ക്യാരറ്റ് 12. ഞാൻ പറയാറില്ല, ഗിൽബർട്ട് ഭായ് നമ്മുടെ ചമ്പക്കർ കമ്പനി. ഇത് ചമ്പക്കരാണെങ്കിലും മറ്റേരാണെങ്കിലും ഇവിടെ അഭ്യാസം കണ്ടല്ലോ. ഞാൻ പറയാം ഗിൽബർട്ട് ഭായ് എന്തേത് ഒന്ന് കൂടാ വെച്ചേ. ഇതാണ് ഞാൻ പറയാനുള്ള ശിവൻ, കൗട്ട ശിവൻ. പറഞ്ഞ നാക്കുമായിട്ടുള്ള ആട് വണ്ടിയായിട്ട് വന്നില്ലേ, അതാണ് ശിവൻ. ഇപ്പൊ മനസ്സിലായില്ലേ? പോയൊരു സോറി ശിവ, അതുകൊണ്ട് അച്ഛന്റെ വണ്ടിയാണ്, അതാണ് ഫീലായെന്ന്. അടിച്ചു പറ്റുമ്പോ അച്ഛൻ്റെ അമ്മാവിനോടും ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ അവരോട് ചട്ടൂടെ പറഞ്ഞു അത് ചെയ്യാം, അത് റെഡിയാക്കാം. നിങ്ങൾ രണ്ടുപേരും കലിപ്പൊന്ന് അവസാനിപ്പിക്ക്. രണ്ടുപേരുടെ ചങ്കാണെന്ന് ചങ്ക്. ഭായ് ഈ ആരെന്ന് മനസ്സിലായ? ഈ അടുത്തിടയ്ക്ക് മൂലങ്കാവ് ടെക്സ്റ്റൈൽസ് കൂട്ടി തുറന്ന് 5 ലക്ഷം അടിച്ചില്ലേ, ആ ഡാവണത് ഒമന്തി ഡാവ് നമ്മുടെ കൗട്ട ശിവന്ന്. നമ്മുടെ കമ്പനിയൊന്നും ഒരു പ്രശ്നമില്ലെന്ന് ഒരു സോറിയാ പറഞ്ഞു. നമ്മളെ കൂടി കുറച്ച് നമ്പറൊക്കെ പഠിപ്പിച്ചതാ. അതിന് ഡെഡിക്കേഷൻ വേണം, ഡെഡിക്കേഷൻ നിനക്ക് ഉണ്ടാ? സോറി. എന്തുണ്ട് സോറി? അതെ, അങ്ങനെ ഷർട്ട് ഊരി കൊടുത്തേക്ക് സോൾവ് ആവട്ടെ. ആളറിയാതെ പറ്റിയതാണ്. അച്ഛന്റെ വണ്ടിയാണ്, അതാണ് എനിക്ക് കലിപ്പായത്. ആ തൽക്കാലം ഊരണ്ട. പക്ഷെ ഇതാരും ക്ഷമിക്കും? 3 പെഗ കിടക്കണേ, ക്ഷമിക്കപ്പെട്ട കാര്യമാണോ അത്? കാശ് കൊടുത്ത് കിട്ടുന്ന സാധനം നമുക്ക് സംഘടിപ്പിക്കാണ്. അതന്നെ ഞാനും പറഞ്ഞേ, മലയാളം പറഞ്ഞ മനസ്സിലാവില്ല. എങ്ങനെയെങ്കിലും കുറച്ച് സാധനം സംഘടിപ്പിക്കണം. ഇല്ലെങ്കിൽ ഫുൾ ടൈം ചൊറിഞ്ഞോണ്ടിരിക്കും, പിന്നെ കുരിശാവും. കൗട്ട ഫുൾ ടൈം കൗട്ടാണ്. എന്തായാലും സാധനം വാങ്ങിക്കണമല്ല. അല്ല കാശുണ്ടോ? കാശ് ഞാൻ ഒരു തമിഴിൻ്റെ കുറച്ച് പൈസ ഒപ്പിച്ചിട്ടുണ്ട്. പലിശക്ക? പലിശക്ക. അടിപൊളി. എന്നൊരു 3 എണ്ണം വാങ്ങിച്ചോ. പുള്ളി നല്ല പോളിങ്ങാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിക്കണ്ടല്ല. അത്രേ ഉള്ളൂ. ഡോണ്ട് പറയുന്നു. എനിക്ക് വഴി അറിയാൻ പാടില്ലെന്ന് ഒന്ന് വാന്ന്. പ്രതീക്ഷ നീ ഒന്ന് ചെന്നേടാ. ഹൈ പട്ടി ഓടിച്ചിട്ട് നീ ഇവിടെ തന്നെ കുത്തിരിക്കേണ്ട കാര്യം എന്താണ്? പട്ടിയൊക്കെ ബസ്സേരി പോയാണ് ഒന്ന് പോയത്. ഇവരൊന്ന് ചാർത്താക്കി ഒരു കരക്കടിപ്പിക്കട്ടെ. ചെന്നേ ഒന്ന് ഹെൽപ്പ് ചെന്നേ, പെട്ടെന്ന് വന്നോളൂട്ടാ. ഒരു 3 പിന്നെ സോറി എന്ന് പറഞ്ഞ 3 എണ്ണാണല്ലോ. ഈ ശിവേട്ടൻ ആളെങ്ങനെ ആണല്ലേ? കുറച്ച് ചില്ലറൊക്കെ ചോദിച്ച് സഹായിക്കുമോ? അതെനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. എനിക്കാണെങ്കിൽ കാശിന് ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല ആളാ. അമ്മായിക്കവല വഴി വളവാ. എന്ത് പ്രകൃതി സുന്ദരമായ സ്ഥലം. ഇത്രയും നല്ല വഴി കിടക്കുമ്പോ നമ്മൾ അമ്മായിക്കവല വഴിക്ക് ചുറ്റി പോകേണ്ട വല്ല ആവശ്യമില്ല. ഒരാവശ്യമില്ല ചി. ഇവിടെ നിർത്തണമെങ്കിൽ ഇവിടെ ഇവിടെ കുറച്ച് പൈസ, സിഗരറ്റും ടച്ചും. മിന്നിത്തിളക്കല്ലേ കാലക്കുണ്ടല്ലേ? പിന്നല്ലേ എന്താ? അല്ല കിണ്ണക്കാച്ചേട്ടനത് പറയാ. ഒരു സെൽഫി അലക്കട്ടെ. എന്താ മാറി നേരം കണ്ടേ?
ആ ഇനി ഇറങ്ങിക്കോ ഇനി ആർക്ക് എന്ത് പറ്റില്ല എന്റെ ഉത്തരവാദിത്തം അല്ലാട്ടാ. ഇറങ്ങിക്കോ. അയ്യോ ഇതല്ല, ക്യാൻസറിന്റെ മതി. പിന്നെ ചിപ്സ്, മിച്ചർ, നല്ല എരിവുള്ള എടുത്തോട്ടാ. നിക്കണം നിപ്പ് കണ്ട ഇങ്ങനെ വാരിക്കൊരയുടെ കൊടുക്കല്ലേ. ഇട്ടുപെട്ട മനസ്സ് പോലെ ഇതൊക്കെ വെച്ചിട്ട് കച്ചവടം ഉണ്ടായാ മതി. കിട്ടണം, ഇല്ലെങ്കിൽ നനക്കന്നെ ഇത് കിട്ടും. രാവിലത്തെ മറ്റേ പോക്കറ്റ് അടി കേസല്ലേ? അതെ, അവനെന്താ ഇവിടെ? എന്തോ ഒരു ഉടായ്പാണല്ലോ. സ്റ്റാർട്ട് ഞാൻ കേറി വിട്ടോ. കോൺട്രിയാണ്, കൈ കിട്ടിയ നല്ല തല്ലിട്ടു. അച്ഛന്റെ വണ്ടിയല്ലേ കയ്യിലുള്ള? അച്ഛന്റെ വണ്ടി ഒന്ന് വേഗം പിടിച്ച്. അവൻ നമ്പർ നോട്ട് ചെയ്യും. അതൊക്കെ നോക്കി KRH 12 ഇവരെങ്ങടെ പോയേ? അവന്മാരാ ആ വഴിക്കല്ലേ പോയത്? എനിക്ക് ഇങ്ങോട്ട് പോയെന്നാ തോന്നണേ. പൊട്ടിക്കായിരുന്നു. ഹലോ സഖാവേ, ഗുണ്ടകൾക്ക് ഒളിവിൽ താമസിക്കാൻ കഴിയുന്ന സുരക്ഷിത പ്രദേശം കൂടിയാണ് കാലടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന മലയാറ്റൂർ പ്രദേശം. കൂടുതലും ഇവിടെ വനപ്രദേശമാണ്. അതാനീഞ്ഞക്കനാ വലിയ കാര്യമുള്ള കാര്യം ആയിരിക്കില്ലേ. നീ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. വല്ല മരണ കേസൊക്കെ ആണെങ്കിലോ ആ പേരിൽ രണ്ടെണ്ണം അടിക്കാലോ. ഹലോ, ഞാൻ സണ്ട ജയിലില്. എന്താ ഇന്ന് രാവിലെ കൊണ്ടുവന്ന വണ്ടിയാരേ? അവന്റെ കൂട്ടുകാരന്റെ അച്ഛന്റെ. നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കണേ? നീ ഒരു പോലീസാ? അതെ കൗട്ടെ, ഞങ്ങളുടെയും ചാടിപ്പോ ചെക്കനീ വണ്ടിയായിട്ട് കറങ്ങി കിടക്കണം. നിങ്ങൾ കൂടുതൽ കളിച്ചാൽ ശരിക്കും സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും കേട്ടോ. എന്തിയടാ എന്തിന്റെ കേസ്? അല്ല, വണ്ടിക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ട്. ഞാൻ അവരെ ഒന്ന് വിളിച്ചാലോ? അവരൊക്കെ വരുന്നേ ഡോണ്ട് പറയുന്നത്. അയ്യോ ബുൾസൈ കംപ്ലീറ്റ് ആയല്ലോ. നിങ്ങളിത് എവിടെ പോയി കിടക്കരുത്? ഒന്നും പറയണ്ട ശിവമ്പായി. ഈ മച്ചാൻ ആരണ്ട ഫോളോ ചെയ്യണ്ടെന്നും പറഞ്ഞ് ഈ പഞ്ചായത്തിലെ ഊടുവഴി മുഴുവനും കറങ്ങി. വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? വണ്ടിക്ക് എന്താ പ്രശ്നം? വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. അച്ഛന്റെ വണ്ടിയല്ലേ, പ്രശ്നം മുഴുവൻ ഇവനാണ്. എന്താണ് നിന്റെ പ്രശ്നം? രാവിലെ ഒരു ടീമായിട്ട് ചെറിയ തോട്ടിണ്ടായി. പ്രശ്നമൊന്നുമില്ല. അത് ശരി. അപ്പൊ ബസ്സും പട്ടിയൊക്കെ പോയിട്ട് ഇപ്പൊ ടീമും തോട്ടിയൊക്കെയോ? നാളെ മാറും ചേട്ടാ. അതെ, സാധനം കിട്ടിയോ? അത് മതി. ഗ്ലാസാ? അതുണ്ട്. ബായ് അതവിടെ വെച്ചേക്ക്, ആരും എടുത്തോണ്ട് പോലെന്ന്. ഹലോ ബായ്, അച്ഛന്റെ ഹൃദയല്ലേ, മഞ്ഞ കൊള്ളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നല്ല മോൻ.